ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. വെള്ളയപ്പ റെസിപ്പി ഞാൻ മുമ്പേ ചെയ്തതാണ്, പക്ഷേ വെള്ളയപ്പ ചട്ടി ഇല്ലാതെ തന്നെ നമുക്ക് വെള്ളയപ്പം ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാൻ 2 കപ്പ് പച്ചരി ഒരു 4 മണിക്കൂറൊക്കെ കുതിർത്ത് വെച്ചതാണിത്. അത് കഴുകി ക്ലീൻ ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്തു. ആ അരി എടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് തേങ്ങയും 1 കപ്പ് ചോറും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാൻ എല്ലാം കൂടി ഒന്നിച്ച് തന്നെയാണ് അരക്കുന്നത്. വലിയ ജാറായതുകൊണ്ട് എല്ലാം അരച്ചെടുക്കാൻ പറ്റും. ഇതിലേക്ക് 1.25 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അരി അളന്നെടുത്ത സെയിം കപ്പിൽ തന്നെയാണ് ബാക്കിയുള്ള എല്ലാം ഞാൻ അളന്നെടുത്തത്. ഇനി നമുക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈ 2 കപ്പ് അരിക്ക് ഞാനിതാ ഇത്രയും അളവിൽ ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തത്. അതും കൂടി ഇട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇപ്പോഴും തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് സ്മൂത്തായിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇങ്ങനെ അരച്ചെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടിപ്സ് ചെയ്യാനുണ്ട്. സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് അളവാണ് ഇതിൽ. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ എടുത്തിട്ട് 1/2 ടേബിൾ സ്പൂണ് പഞ്ചസാര അതിലേക്ക് ഇട്ടുകൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ അരച്ച മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ അപ്പം ചുടുമ്പോൾ അപ്പത്തിന് ഒരു പൊരിഞ്ഞ ഒരു ഫീല് കിട്ടാനായിട്ട്, അപ്പത്തിൻ്റെ സൈഡ് ഒന്ന് മൊരിഞ്ഞ് കിട്ടുന്ന ഒരു ടെക്സ്ചർ കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പത്തിന് നല്ല രുചിയായിരിക്കും. ഇങ്ങനെ ഈസ്റ്റ് ചേർത്തതിൻ്റെ കൂടെ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ മാവ് എളുപ്പത്തിൽ പൊങ്ങി വരാനായിട്ടും ചാൻസ് ഉണ്ട്. ഇനി ഇത് ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ്. ഒരു 5 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്താൽ മതിയാവും. അപ്പോഴേക്കും നമ്മുടെ മാവ് നല്ലപോലെ തന്നെ പൊങ്ങി വരും. ഒരു 5 മണിക്കൂറിന് ശേഷമാണ് ഞാൻ ഈ മാവ് എടുത്ത് തുറന്ന് നോക്കിയപ്പോൾ നല്ലപോലെ തന്നെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്കൊന്നും ചേർക്കാൻ തന്നെ ഇല്ല, എല്ലാം നേരത്തെ തന്നെ ചേർത്ത് വെച്ചതാണ്. ഇനി ഇത് ചുടാനായിട്ട് ഞാൻ അപ്പച്ചട്ടിക്ക് പകരം ഇരുമ്പ് ചീനച്ചട്ടിയാണ് എടുത്തത്. ഈ ഒരു ചീനച്ചട്ടിയിൽ ചുടുമ്പോൾ നല്ല ഷേപ്പിൽ തന്നെ നമ്മുടെ അപ്പം കിട്ടും. അപ്പച്ചട്ടിയിൽ ചുടുന്നതിനേക്കാളും പെർഫെക്റ്റ് ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. എന്താണെന്ന് വെച്ചാൽ ഇരുമ്പിൻ്റെതായതുകൊണ്ട് നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ അപ്പം ചുടുന്നതിനും അനുസരിച്ച് തന്നെ നമുക്ക് ഓയിൽ ഒന്ന് തേച്ച് കൊടുക്കേണ്ടി വരും. ഞാൻ അതിനായിട്ട് ഇതാ വൈറ്റ് പീസ് തുണി എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ഇങ്ങനെ ഓയിൽ ഇതിലേക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നില്ല, തുണിയിൽ അല്പം ആക്കിയിട്ട് ഇങ്ങനെ ഇതിലേക്കൊന്ന് തേച്ച് കൊടുത്തു. ഇരുമ്പ് ചീനച്ചട്ടിയിൽ നമ്മുടെ നോൺ സ്റ്റിക്ക് പോലെ അല്ലാത്തതുകൊണ്ട് അപ്പം പെട്ടെന്ന് ഇളകി വരാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാനിതിലേക്ക് 1.5 തവി മാവ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ടിതൊന്ന് ഇങ്ങനെ ചുറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. തവി കൊണ്ട് തന്നെ ഒന്ന് സ്പ്രെഡാക്കിയാലും മതിയാവുന്നതാണ്. നിങ്ങളെ സൗകര്യം പോലെ ചെയ്യുക. ഒന്ന് സൈഡൊക്കെ ഇങ്ങനെ ചുറ്റിച്ചെടുത്തിട്ട് നടുഭാഗത്തായിട്ട് കുറച്ച് മാവ് നിൽക്കുന്ന രീതിയിൽ വേണം ചുട്ടെടുക്കാൻ. എന്നിട്ടൊന്ന് ഈ ഡോട്ട്സൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്ന് അടച്ച് വെക്കുക. അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കുമ്പോഴേക്കും നല്ലപോലെ തന്നെ അപ്പം റെഡിയാക്കിയിട്ടുണ്ടാവും. ഞാൻ ഈ ചെയ്യുന്ന പോലെ നല്ല പോലെ തന്നെ മുരിഞ്ഞ് കിട്ടണ്ടെങ്കിൽ വേഗം ഒന്ന് അപ്പം എടുത്ത് മാറ്റുക. എനിക്ക് ആ സൈഡൊക്കെ മുരിഞ്ഞിട്ട് കാണുമ്പോഴാണ് കാണാനും നല്ല ഭംഗി, അതുപോലെ തന്നെ തിന്നാനും ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. ഈ സൈഡൊന്ന് മുരിഞ്ഞ ഒരു ലെവലിൽ കിട്ടുമ്പോഴാണ് ഞാൻ അടുത്ത അപ്പം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതും അതുപോലെ തന്നെ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട് അടച്ചു വെച്ച് കൊടുത്ത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. ഞാൻ എല്ലാ അപ്പവും ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെർഫെക്റ്റ് ആയിട്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. ഇനി അടുത്തൊരു വീഡിയോവുമായി കാണുന്നത് വരെ എല്ലാവരോടും ബായ്.